അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസം നിങ്ങളിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ഒരു സ്വഹാബിയുടെ കഥ മാത്രമല്ല കേട്ടോ. ഒരു സ്വഹാബിയുടെ മാത്രം കഥയല്ല, നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ഒരു വിവരണമാണ്. മനുഷ്യർ കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നു എന്ന സത്യം നമ്മെ പഠിപ്പിക്കുന്ന ഒരു അതിമനോഹരമായ സംഭവമാണ് കേട്ടോ ഇത്. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു. എങ്കിലും ആഡംബരങ്ങളിൽ ജീവിച്ചിരുന്നില്ല കേട്ടോ. അദ്ദേഹം ഒരു എല്ലാവരെയും ഭരിക്കുന്നൊരു ഭരണചക്രവർത്തിയായിരുന്നു. പക്ഷേ അദ്ദേഹം ആഡംബരങ്ങളിലല്ലായിരുന്നു കേട്ടോ ജീവിച്ചത്. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരുവനായിട്ട് മാത്രമാണ് അദ്ദേഹം ഭരണാധികാരിയാണെങ്കിലും ജീവിച്ചു പോകുന്നത്. മനസ്സിലാക്കണം, പല രാത്രികളിലും മദീനയുടെ വഴികളിലൂടെ ഒറ്റയ്ക്ക് നടന്ന് ജനങ്ങളുടെ അവസ്ഥ അറിയുക അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. എൻ്റെ ജനങ്ങൾ വിശന്നിരിക്കരുത്, അനീതി ഉണ്ടാകരുത്, ഇതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത. അതായത് എൻ്റെ ജനങ്ങൾ ആരും പട്ടിണി കിടക്കരുത്, അവിടെ കലഹങ്ങളും അനീതിയും കണ്ടാൽ ഇടപെടും, കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കരുത്ത് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും. അതായിരുന്നു ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം. നമ്മളെല്ലാവരും എങ്ങനെയാണല്ലേ, നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ, നമ്മുടെ വയറ് നിറഞ്ഞിട്ടുണ്ടോ, നമുക്ക് കിടന്നുറങ്ങണം, നേരം വെളുത്ത് വീണ്ടും കാശ് സമ്പാദിക്കണം, മറ്റുള്ളവരെ പറ്റിക്കണം, ആരും കാണാതെ ഇവരെയൊക്കെ പറ്റിച്ച് ഇവരുടെയൊക്കെ കൈയിട്ട് വാരണം. ഇങ്ങനെയുള്ള ചിന്തയോടുകൂടിയാണ് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നത് അല്ലേ? അല്ലാട്ടോ. ഈ ഒരു സ്വഹാബിയുടെ കഥ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രവിച്ചോ, നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം അള്ളാഹു നമ്മളിലേക്ക് അടുക്കുന്നുണ്ട്. ഒരു രാത്രി അദ്ദേഹം വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു ചെറിയ വീടിനുള്ളിൽ നിന്ന് ഒരു സംഭാഷണം കേട്ടു. എന്താണെന്നോ സംഭാഷണം? ഒരു അമ്മ തൻ്റെ മകളോട് പറഞ്ഞു, മോളെ, പാലിൽ കുറച്ച് വെള്ളം ചേർക്കും മോളെ. ആ ഉമ്മ പറയുന്നത് കേട്ട് ആ കുട്ടിയുടെ മറുപടി, ആ മകളുടെ മറുപടി, ഉമ്മ, ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പാലിൽ വെള്ളം ചേർക്കുന്നത് നിരോധിച്ചിട്ടില്ലേ? അതായത് പാലിൽ വെള്ളം ചേർക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും പാലിൽ വെള്ളം ചേർക്കരുത്. പാലിൻ്റെ ബിസിനസ് നടത്തുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടതാണ്, പാലിൽ വെള്ളം ചേർത്തുന്നത് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നിരോധിച്ചിട്ടുണ്ട് എന്ന് ആ മകൾ എടുത്തു പറയുന്നു മകൾ അമ്മയോട്. അപ്പോൾ ആ ഉമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? ഉമ്മ പറഞ്ഞതെന്താന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? ഉമർ ഇവിടെ ഇല്ലല്ലോ മോളെ, പിന്നെന്താ നമുക്കിത് ചെയ്യുന്നതിന്? ഉമർ കാണുന്നില്ലല്ലോ, നമുക്ക് ചെയ്യാലോ എന്നാണ് ആ ഉമ്മ മോളോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കുടിലിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി, അവിടെ എന്താണ് പ്രശ്നം, പട്ടിണിയാണോ, അവിടുത്തെ ദാരിദ്ര്യമുണ്ടോ, അവിടെ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി അവിടെ നിന്നപ്പോഴാണ് ഈ സംഭവം അവിടെ നടക്കുന്നത്. അപ്പോൾ ആ മകൾ പറഞ്ഞ വാക്കുകൾ ഉമർ റളിയല്ലാഹു അൻഹുയുടെ ഹൃദയം കുലുക്കി മറിച്ചു. അവൾ പറഞ്ഞത്, ഉമർ ഇവിടെ ഇല്ലെങ്കിലും ഉമ്മ, ഉമറിൻ്റെ റബ്ബ് അള്ളാഹു ഇവിടെ ഉണ്ടല്ലോ ഉമ്മ. മനസ്സിലായോ? അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് ഉമ്മ. ഉമർ വേണ്ട, ഉമറിൻ്റെ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ഇവളാണ് യഥാർത്ഥ വിജയി.
മനസ്സിലായോ? മനസ്സിലാക്കണം കേട്ടോ. അടുത്ത ദിവസം തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് ആളെ അയച്ചു. ആ സത്യസന്ധമായ പെൺകുട്ടിയെ വിളിപ്പിച്ച് തൻ്റെ മകനോട് അവളെ വിവാഹം കഴിപ്പിച്ചു. മനസ്സിലായോ എവിടം വരെ എത്തിയെന്ന് ചരിത്രം പറയുന്നു. അവരുടെ സന്തതികളിൽ നിന്നാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാർ പിറന്നത്. പ്രിയരെ, മനുഷ്യർ കാണുന്നില്ലെന്ന് കരുതി നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അള്ളാഹു കാണുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവനോട് മറക്കാൻ നമുക്ക് ഒന്നുമില്ല. യാ അല്ലാഹ്, മനുഷ്യരില്ലാത്തപ്പോൾ പോലും നിന്നെ ഭയക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.